Sivakarthikeyan A.R. Murugadas Padam, Madarasi. Everything can wait, everybody can wait. I want to talk about this man, Vidyut Jamwal. One kidu, one kidu. അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയാം, വില്ലന്റെ അഴിഞ്ഞാട്ടം. ഹീറോ ഒക്കെ സൈഡായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അജാതി സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു പുള്ളിക്ക്. കിഡു പറഞ്ഞ വൺ കിഡു. ഷോ സ്റ്റീലർ ഓഫ് ദിസ് ഫിലിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആൻഡ് ദിസ് ഗായ് ആൻഡ് ഹിസ് സ്ക്രീൻ പ്രസൻസ്, ദാറ്റ് ടു എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസ് അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസിൽ അൺമാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വിദ്യുത് ജമാലിന്റെ ഭയങ്കര ഒരു ഫാനാണ്. അതാണ് വൺ ഓഫ് ദ റീസൺസ് ഫോർ വാച്ചിങ് ദിസ് മൂവി. അത് തന്നെയാണ്, അങ്ങേരുള്ളതുകൊണ്ട് തന്നെയാണ്. തുപ്പാക്കിയിൽ അങ്ങേരെ പ്രസന്റ് ചെയ്തപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതിന്റെ ഒരു 10 ടൈംസ് ഈ പടം കണ്ടാൽ കിട്ടും. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഒരു 10 മിനിറ്റ് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിൽ തന്നെ അങ്ങേരുടെ പൂണ്ട് വിളയാട്ടമായിരുന്നു. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ആൻഡ് താങ്ക്സ് ടു മുരുകദാസ്, നോട്ട് ഫോർ മദരാസി, ഫോർ പ്രസന്റിങ് വിദ്യുത് ജാംവാൽ ഇൻ സച്ച് എ വണ്ടർഫുൾ വേ. അത്രയും കിടലായിട്ടാണ് അങ്ങേര് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വിരാട് എന്നാണ് ആളുടെ ക്യാരക്ടറിന്റെ പേര്. ഓരോ ഫൈറ്റ് സീക്വൻസിലും അങ്ങേരുടെ സ്ക്രീൻ പ്രസൻസും അതേപോലെ തന്നെ അങ്ങേരുടെ ഫൈറ്റും അനിരുദ്ധിന്റെ ബീജിൽ വൻ കിഡു വൻ കിഡു. അതിനു വേണ്ടി മാത്രം ഈ പടം കാണാം. വേറെ ഞാൻ ബാക്കി പറയാം, പക്ഷെ വിദ്യുത് ജാമാലിനെ പറ്റി സംസാരിക്കാതെ വേറെ ആരെയും പറ്റി സംസാരിച്ചിരിക്കാറില്ല. അത്രയും കിഡു ആയിരുന്നു അങ്ങേര്. അത്രയും സ്റ്റൈലിഷ് ആയിരുന്നു. വേർഡ്സ് ആർന്റ് ഇനഫ് ടു എക്സ്പ്രസ് മൈ ലവ് ഫോർ ഹിം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കിഡു ആയിരുന്നു. സോ വിദ്യുത് ജമാലിന്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ല വെച്ചാൽ യു ക്യാൻ വാച്ച്. ദർ ആർ ലോട്ട് ഓഫ് മൂവീസ്. അതിൽ IB71 പറഞ്ഞിട്ടൊരു പടമുണ്ട്, ഗുദ ഹഫീസ് പാർട്ട് 1 and 2 ഉണ്ട്, കമാൻഡോ ഉണ്ട്, അതുപോലെ തന്നെ ജംഗ്ലി പറഞ്ഞിട്ടൊരു പടമുണ്ട്, ഈവൻ ക്രാക്ക് വരെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പടമാണ്. സനക്ക് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അതൊക്കെ നൈസാണ്, അടിപൊളി പടങ്ങളാണ്. സമയം കിട്ടുകയാണെങ്കിൽ കണ്ടു നോക്കുക. സോ ഈ സിനിമ ഞാൻ കാണാൻ പോകുന്ന മെയിൻ റീസൺ വിദ്യുത് ജമാലാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ബിജു മേനോനെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിൽ ഒരു നടനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു NIA ഓഫീസറിന്റെ റോള് കൊടുക്കും, 2 വെടിവെക്കൽ അങ്ങനെ തീർക്കുന്നതാണ്. പക്ഷെ ശിവകാർത്തികേയനേക്കാളും സ്ക്രീൻ സ്പേസ് ഉള്ളത് ബിജു മേനോനാണ്. ബിജു മേനോൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രം ദ ഫസ്റ്റ് സീൻ ടുവേർഡ്സ് ലാസ്റ്റ് ഒരു സീരിയസ് ക്യാരക്ടറാണ് അങ്ങേർക്കുള്ളത്. അങ്ങേരുടെ മകനായിട്ടാണ് വിക്രാന്ത് വരുന്നത്. വിക്രാന്തിനെ പലപ്പോഴും കാണുമ്പോൾ എവിടേക്ക് വിജയെ കണ്ട പോലെ ഇടേ. ശരിക്കും ആളുടെ വോയിസ് മോഡുലേഷനും ആളുടെ ചില സമയത്തിൽ മറ്റേ കാപ്പ് ഇങ്ങനെ കേട്ടിലൊക്കെ കാണുമ്പോൾ ശരിക്കും വിജയെ കണ്ട പോലെ ചില സ്ഥലത്ത് തോന്നി. ബിജുമേനോൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. റുക്മിണി വസന്താണ് ഇതിൽ നായികയായിട്ടുള്ളത്, നമ്മുടെ റുക്കു, നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് റുക്കു. സോ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ ഒപ്പം ഏത് ആക്ടർ അഭിനയിച്ചാലും നല്ലൊരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി നമുക്ക് കാണാൻ പറ്റും. അത് ഈ സിനിമയിലും കാണാം. നല്ല രസമായിരുന്നു ഇവരുടെ റൊമാൻസ് അപ് ടു എ ലിമിറ്റ്. ഒരു ലിമിറ്റ് വിട്ടപ്പോ ഈ മറ്റേ എന്താണ് മാലതി വിളിച്ച് ശിവകാർത്തികൻ നടക്കുന്നുണ്ട്. ആരെങ്കിലും ആ കൊച്ചിനെ ഒന്ന് കൊന്നു കളഞ്ഞാൽ മതി എന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു. അജാതി വെറുപ്പിക്കലായിരുന്നു. പക്ഷെ ഒരു ലിമിറ്റ് വരെ നല്ല രസമായിരുന്നു. ആഫ്റ്റർ ദാറ്റ് വൺ വെറുപ്പിക്കലായിരുന്നു. ശിവകാർത്തികന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആളുടെ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട ഫൈറ്റ് സീക്വൻസ് ആട്ടോ, അടിപൊളിയാണ്. അതിനു വേണ്ടി മാത്രം ഈ പടം പോയി കാണാൻ. ഞാൻ ഫസ്റ്റ് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് വിദ്യുത് ജമാലിന്റെ. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇവരുടെ ഒരു ലാബോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പോലത്തെ ഒരു സംഭവത്തിൽ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിൽ അണിയുടെ മ്യൂസിക് ഒക്കെ ആക്കിയപ്പോ ഈ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന കുറച്ച് പോർഷനിൽ അനിരുദ്ധ് പണിയുണ്ട്. അത് കിടുവായിരുന്നു. എസ്പെഷ്യലി വിദ്യുത് ജമാലിന്റെ ഫൈറ്റ് സീൻസ് നൈസ് ആയിരുന്നു. ഈ ഇന്റർവെൽ ബ്ലോക്കിൽ ശരിക്കും ലിറ്ററലി എനിക്ക് ഗൂസ് ബംസ് അടിച്ചു എന്ന് വേണമെങ്കിൽ പറയട്ടെ. ആ SKയുടെ ആ ഡയലോഗും അതേപോലെ അനിരുദ്ധിന്റെ മ്യൂസിക് ഒക്കെ ആയപ്പോ ലിറ്ററലി ഗൂസ് ബംസ് അടിച്ചു. സ്റ്റിൽ ഇത് വൻ കിടു പടമാണെന്നൊന്നും ഞാൻ പറയില്ല. ഒരു 1 ടൈം വാച്ചബിൾ ആവറേജ് ഫ്ലിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കമ്പയറിംഗ് ടു റീസെന്റ് AR മുരുകദാസ് ഫയർ ക്രാക്കേഴ്സ്, ദിസ് ഇസ് ബെറ്റർ ആൻഡ് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സിക്കന്ദർ, ദർബാർ അതൊക്കെ പോലത്തെ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ഫാർ ബെറ്റർ. സ്റ്റിൽ എവിടെയും ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമ നിങ്ങൾ കാണേണ്ടത് വെച്ചാൽ കീപ് യുവർ ബ്രെയിൻ ഇൻ ദ ഡസ്റ്റ്ബിൻ. അല്ലെങ്കിൽ ലോജിക്ക് ഡസ്റ്റ്ബിനിൽ കൊണ്ട് ഇട്ടിട്ട് മാത്രമേ ഈ സിനിമയ്ക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതെന്താ എങ്ങനെ ഇതെന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും. ചുമ്മാ ഒരു അടിപ്പടം വിത്ത് സം സൂപ്പർ സ്ക്രീൻ പ്രസൻസ് ബൈ വിദ്യുത് ജാംവാൽ ആൻഡ് ശിവകാർത്തികൻ. ഇതൊക്കെ കാണണം വെച്ചാൽ പോയി കാണാവുന്ന പടം. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ചില കാര്യങ്ങളൊന്നും എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. എന്തോന്നട്ടെ NIAയുടെ ഓഫീസിൽ പോയിട്ട് ഡപ്പ് എന്ന് മറ്റേ നായ്ക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണ പോലെ 4 ബോംബ് ഇട്ട് അടിച്ച് കയറി പോകണം. അതൊന്നും അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. റൈറ്റിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആയിക്കായിരുന്നു. ക്ലൈമാക്സ് എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. ക്ലൈമാക്സിന്റെ ഫൈറ്റ് സീക്വൻസ് ദാറ്റ് വാസ് റിയലി നൈസ്. പക്ഷെ അവസാനം കൊണ്ടിട്ട് റൊമാൻസ് പണ്ടാരൊക്കെ വെച്ചിട്ടുണ്ട്. ബിജു മേനോൻ പറയുന്ന ഡയലോഗ് ഉണ്ട്, ഈ ഗൺ സപ്ലൈ പ്രിവെന്റ് ചെയ്തത് നമ്മുടെ NIAക്കാര് സാക്രിഫൈസ് ചെയ്ത ലൈഫ് കാരണമല്ല, ഇവരുടെ ലവ് കാരണമാണ്. കണ്ടപ്പോ എനിക്ക് അങ്ങോട്ട് കേറി അങ്ങോട്ട്. ഇത്രയും ആൾക്കാരുടെ ഉയിര് വിട്ടതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല, ഇവരെ ലവ് ആണ്. അത് നമ്മൾ ഒരു ലിമിറ്റ് വിട്ടപ്പോൾ വെറുപ്പിക്കലായിരുന്നു. സ്റ്റിൽ കാണാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു പടം. തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു.